യെസ്, അപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ട് ഇരുന്നതൊന്നുമല്ല PM ശ്രീയിൽ. ഇനി ഒപ്പുവെച്ചേ മതിയാകൂ എന്ന ഘട്ടത്തിലേക്കാണ് സംസ്ഥാനം. ആ ഒരു തീരുമാനത്തിലേക്ക് തന്നെ കടക്കുകയാണ്. CPIയുടെ എതിർപ്പൊക്കെ പറഞ്ഞു തീർക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പുവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന നിലപാടിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി അടുത്ത ആഴ്ച ഇതിനായി ഡൽഹിക്ക് പോകും. എതിർപ്പ് തുടരുന്ന CPIയെ LDF യോഗത്തിൽ അന്വയിപ്പിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് CPM ഉള്ളത്. PM ശ്രീയിൽ ഒപ്പിട്ടാലും ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ലെന്ന നിലപാടുമുയർത്തും. ഫണ്ട് വാങ്ങുന്നതിനെ എതിർക്കാത്ത പ്രതിപക്ഷ നിലപാടും CPM ആയുധമാക്കും. യെസ്, ഷിജോ കുര്യനിലേക്ക് പോകാം വിശദാംശങ്ങൾക്കായി. അങ്ങനെ ഷിജോ, കഴിഞ്ഞ തവണയൊക്കെ CPIയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം 2 തവണ നിർത്തിവെച്ചു. പക്ഷേ ഇത്തവണ അത് ഒപ്പിടാനുള്ള ഘട്ടങ്ങളിലേക്ക്, പ്രാരംഭ ഘട്ടങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. CPIയെ ഇവിടെ നിന്ന് പറഞ്ഞ് അനുനയിപ്പിക്കാം എന്നൊരു വിശ്വാസത്തിൽ കൂടിയാണ്. മാത്രമല്ല പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് കൂടി ഉയർത്തിക്കാട്ടി ഒരു പ്രതിരോധം തീർക്കാൻ കൂടി CPM ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്കുറി PM ശ്രീയിൽ ഭാഗമാകാനുള്ള മുന്നൊരുക്കത്തിൽ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്, PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കുക തന്നെ ചെയ്യും. ഒപ്പുവെക്കാതെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള എതിർപ്പും അവർക്ക് ഉള്ള അതൃപ്തിയും പരസ്യമാക്കിയാൽ പോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. അതുപ്രകാരം അടുത്തയാഴ്ച വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡൽഹിക്ക് പോവുകയും PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുകയും ചെയ്യും. കാരണം MOUയിൽ ഒപ്പുവെക്കാതെ ഇനി മുന്നോട്ട് പോയില്ല എങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട 1500 കോടിയോളം രൂപ ലഭിക്കുകയില്ല. ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാലും അത് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്നതിന് തുല്യമല്ല, കേന്ദ്ര വിദ്യാഭ്യാസ നയം അംഗീകരിക്കലല്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ CPIയുടെ എതിർപ്പിനെ മറികടക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒട്ടും ചെറുതല്ലാത്ത തരത്തിൽ വലിയ തരത്തിലുള്ള അമർഷവും അതൃപ്തിയും CPIക്കുണ്ട്. ഇതിനകത്ത് നമ്മൾ എടുത്തു കാണേണ്ടത്, നേരത്തെ നമ്മൾ ജിൽസി സൂചിപ്പിച്ചതുപോലെ 2 തവണ ഇത് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നപ്പോഴും അന്നൊക്കെ CPI മന്ത്രിമാർ ഇതിനകത്ത് അവർക്കുള്ള ആശങ്കയും അവരുടെ അതൃപ്തിയും കൃത്യമായിട്ട് അറിയിച്ചതാണ്. ഇതിനകത്ത് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒപ്പുവെക്കാതെ നമുക്ക് പണം വാങ്ങിയെടുക്കാൻ കഴിയും, മറ്റു പല സംസ്ഥാനങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാതെ കേന്ദ്ര സഹായം നമുക്ക് നേടിയെടുക്കാൻ കഴിയും, അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയാൽ പോരെ എന്നുള്ള ചോദ്യമാണ് ആദ്യഘട്ടത്തിൽ CPI ചോദിച്ചത്. അപ്പോൾ CPI അത് തന്നെ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഇന്നലെ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും CPIയുടെ അതൃപ്തി വളരെ പരസ്യമായിട്ട് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി K രാജൻ അറിയിച്ചതാണ്. മന്ത്രി K രാജൻ CPIയുടെ അതൃപ്തിയും ആശങ്കയും അറിയിക്കുമ്പോൾ അതിനെ മുഖവിലക്കെടുക്കാൻ മറ്റ് മന്ത്രിമാർ തയ്യാറായില്ല എന്നുള്ളത് CPIക്ക് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം K രാജൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അറിയിക്കുമ്പോൾ അതിനകത്ത് മറുപടി പറയേണ്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇതിനകത്ത് മൗനം പാലിച്ചു എന്നുള്ളതാണ് CPIയെ സംബന്ധിച്ചുകൊണ്ട് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യം. അതിനകത്ത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം പറയുന്നുണ്ട്, ഇതൊരു തരത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒന്നല്ല. CPIയുടെ നിലപാട് ഇതിനോടകം പറഞ്ഞു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPIയുടെ അതൃപ്തിയെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറികടന്ന് CPM എങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് കൂടി പറഞ്ഞുകൊണ്ടായിരിക്കും CPI അനുനയിപ്പിക്കാനുള്ള ശ്രമം LDF യോഗത്തിലുണ്ടാവുക. അടുത്ത LDF യോഗം ഇത് ചർച്ച ചെയ്യുകയും ചെയ്യും. യെസ്, ഏതായാലും PM ശ്രീയിൽ ഒപ്പിട്ട് തീരൂ എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPIയുടെ എതിർപ്പിന് പുല്ലുവില കൽപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.